ഹായ് എവരിവൺ, ഇന്ന് ഞങ്ങളൊരു സ്ഥലത്ത് പോകാൻ പോകണം കേട്ടോ. വേണമെങ്കിൽ ഒരു ഈവനിങ് മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഇതാണ് എൻ്റെ നാട്. ഫുള്ള് വയലും പുഴയും പച്ചപ്പും ഹരിതാപവുമായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ ബൈക്കിലാണ് പോയത്. ഞങ്ങൾ ശിവഗിരി വഴിയാണ് പോയത്. ഈ കാണുന്നതാണ് ശിവഗിരി ബ്ലൈൻഡ് സ്കൂൾ. ശിവഗിരി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫുൾ പണ്ട് കാടാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഇതാണ് ശിവഗിരി ഫുൾ ഓണാൻ പോവുകയാണ് കേട്ടോ. കാരണം ശിവഗിരി ഉത്സവം വരാൻ പോവുകയാണ്. ശിവഗിരി ഉത്സവത്തിന് ഒരു മാസം മുന്നേ ഒക്കെ തൊട്ട് ഇവിടെ ഫുൾ ലൈറ്റ്സും പ്രോഗ്രാംസും ഷോപ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നല്ല വൈബാണ് എന്തായാലും. ഇതാണ് നമ്മുടെ വർക്കല ഓവർ ബ്രിഡ്ജ്. ഇവിടെ നിന്നുള്ള ഗോൾഡൻ അവർ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് കിട്ടുമോ എന്നറിയാനായിട്ട് നോക്കിയപ്പോഴാണ് അതേ പോകുന്നു ട്രെയിൻ എപ്പം കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് മിക്കുള്ളവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതാണ് ഞങ്ങളുടെ വർക്കല ക്ഷേത്രം. ഇവിടെ ഒരു വലിയ കുളമുണ്ട്, അമ്പലക്കുളം. പക്ഷേ അതെടുക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ റീച്ച്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, വർക്കല ക്ലിഫാണ്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടിയുള്ള സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു ഹെലിപ്പാഡാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എപ്പോഴും വർക്കല, മിക്ക സൺഡേസിലും വർക്കല ബീച്ചിൽ വരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചസ് എന്ന് പറയുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. സൺസെറ്റൊക്കെ പോയി എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു വ്യൂ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര ഒരു പീസ് ആൻഡ് കാം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇതാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കി അവിടെ നിന്നു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അത് മാത്രമല്ല ഒരു നല്ല മൂണും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നതിന് ഉദ്ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വേറൊന്നുമില്ല, ഫുഡ് അടിക്കാൻ തന്നെ. അങ്ങനെ കണ്ടോ ഞങ്ങളുടെ ശുഷ്കാന്ത ഉണ്ടോ, ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന്, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓഫ് സീസൺ അങ്ങനത്തെ ഇതൊന്നുമില്ല, എപ്പോഴും ആളാണ് ഇപ്പോൾ ഇവിടെ. ഇതാണ് ബുദ്ധം പാർക്ക് കഫേ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മ്യൂസിക് ആയിരിക്കും. മ്യൂസിക് ഫുൾ ഓണായിരിക്കും, നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ എന്താ അവിടെ കയറാത്തതെന്നല്ലേ, ഞങ്ങൾ പോകുന്നത് വേറൊരു സ്ഥലത്താണ്. കാരണം ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിക്കാനാണ് പോകുന്നത്. കണ്ടോ, ഓരോ കഫേസിലും മാക്സിമം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ടൈം ക്ലിഫ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കുറേ ഷോപ്സും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളും എക്സ്പെൻസീവാണ്. അതിലും നല്ലത് നമുക്ക് ഓൺലൈനായിട്ട് നല്ല അഫോർഡബിളായിട്ട് വാങ്ങാൻ പറ്റും. ഞാനിവിടെ നിന്നൊന്നും വാങ്ങാറില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, സീ വ്യൂ റെസ്റ്റോറൻറ്റ്. കാണുമ്പോൾ ഒരു പബ്ലിക്കൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല കേട്ടോ. മുകളിൽ കയറി ചെല്ലുമ്പോൾ ഫുൾ ഒരു ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറാണ്. കുറച്ച് ഫോറിനേഴ്സൊക്കെ അങ്ങും ഇങ്ങൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഓക്കെ, കുറേ സീറ്റ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. നല്ല രസമാണ് കേട്ടോ ഒരു വ്യൂ. അല്ലെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഫുൾ കാറ്റൊക്കെ ആയിട്ട് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണിത്. വലുതായിട്ട് സീ വ്യൂ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, എന്നാലും വീഡിയോ എടുക്കണമല്ലോ അല്ലേ. ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യത്തിൽ. ഞങ്ങൾ ഇന്നപ്പോൾ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കീറിയ പാൻറ്റൊക്കെ ഇട്ട് ഇളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ആക്ച്വലി ഇവിടെ വെയിറ്റിംഗ് എന്ന് പറയുന്നൊരു രക്ഷയില്ല, കുറേ വെയിറ്റ് ചെയ്യണം. കാരണം വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ വിശന്ന് പിന്നെയും സാധനങ്ങൾ ഓർഡർ ചെയ്യാനാണോ എന്ന് എനിക്കറിയില്ല. നല്ല വെയിറ്റിംഗ് ആണ് എന്തായാലും. അങ്ങനെ അവരൊരു ക്യാൻഡിൽ ലൈറ്റൊക്കെ കൊണ്ടുവച്ച് തന്നു. അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു, അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ഹസ്ബൻഡ് സൈഡിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന കാര്യം മറന്നുപോയി. അങ്ങനെ ഓർഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആൾ വന്ന് ഓർഡറൊക്കെ എടുത്ത് പോയി കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു. കുറച്ച് നേരമല്ല, സത്യം പറഞ്ഞാൽ കുറേ നേരം ഇരുന്നു. കണ്ടില്ലേ, പേഷ്യൻസ്. അതാണ്, വിശന്നിട്ട് പാടില്ലായിരുന്നു. അങ്ങനെ ഇതെപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു സൈനാണ് ആക്ച്വലി വിക്ടറി. ഞങ്ങളൊരു ഐ തിങ്ക് ഒരു ഷേക്കാണ്, വാനില ഷേക്കാണ് ഓർഡർ ചെയ്തത്. ആക്ച്വലി ഷേക്ക് എന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റ് കൂടെ, അതായത് നമ്മുടെ വാനില ഐസ്ക്രീം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഒരു നോർമൽ ടേസ്റ്റ് അതിൻ്റെ തന്നെ ഉണ്ടായിരുന്നില്ല. അതൊരു എക്സ്ട്രാ ഓർഡിനറി ഒന്നും അല്ലായിരുന്നില്ല. പക്ഷേ റേറ്റ് ഡബിൾ ദ റേറ്റാണ് എനിവേ. പക്ഷേ ആംബിയൻസ് ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. ഇതാ ഞാൻ പറഞ്ഞ സംഭവം, സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്. എൻ്റെ പൊന്നെ, പഞ്ഞ് പോലെ ഇരിക്കും, വായിൽ വെക്കുമ്പോഴതങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് തിരിച്ചു പോയി. കാരണം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അനിയനും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേണം എന്ന് പറഞ്ഞു. അത് വാങ്ങാൻ. ഇത് കണ്ടോ, ഇവിടെ ഫുഡ്സൊക്കെ അവർ മീൻസ് സീ ഫുഡൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ
കണ്ടോ ഇപ്പോഴും നൈറ്റായിട്ട് ഇവിടെ നല്ല ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഫ്രൈഡേ ആണ്ടാ പോയത്, എന്നിട്ട് നല്ല ആളുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീണ്ടും കണ്ടു ട്രെയിൻ. അപ്പോഴും ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനും ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചത്. കൊള്ളായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തൊന്നും നോക്കില്ല, വീട്ടുകാർ പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി.